എല്ലാ കൂട്ടുകാർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്നൊരു പുളിശ്ശേരി വെക്കാം. ഞാനിവിടെ ഒരു 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3 മാങ്ങ നല്ല പഴുത്തതും 1 മാങ്ങ ചെറുതായിട്ട് മൂത്ത മാങ്ങയുമാണ്. മാമ്പഴം അരിഞ്ഞ് അതിൻ്റെ കൂടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വേവിക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നല്ല ജീരകവും ഒരു 4 ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ കറി കുറച്ച് മധുരമുള്ളതല്ല എല്ലാവർക്കും ഇഷ്ടമാവുക. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് മധുരമൊക്കെ ഉള്ള പുളിശ്ശേരിയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു 1/2 അച്ചോളം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇങ്ങനെ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം 1/2 കപ്പ് തൈര് കൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപ് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഒന്ന് കറി ചൂടാറിയതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോഴാണ് കറിക്ക് കുറച്ചുകൂടി കട്ടി കിട്ടുന്നത് തോന്നിയിട്ടുള്ളത്. വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഈ സീസണിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് ഈ മാമ്പഴ പുളിശ്ശേരി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്